ഒരു ദിവസം അവൻ അബദ്ധത്തിൽ ഭാര്യയെ മറ്റൊരാളോടൊപ്പം ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതായി കണ്ടു. അവൾ ആ ആളുമായി സന്തോഷത്തോടെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ അസൂയ നിറഞ്ഞു. അത് റെയിലിംഗിൽ മുറുകെ പിടിച്ച കയ്യിൽ നിന്ന് തന്നെ കാണാമായി. പക്ഷേ അവൻ ശാന്തമായി തിരിഞ്ഞുപോയി അവർക്കുള്ള ബിൽ അടച്ചു. അവളും സുഹൃത്തും ഹോട്ടലിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ പുറത്ത് കനത്ത മഞ്ഞുവീഴ്ച തുടങ്ങി. അപ്പോഴും ബിൽ അടച്ചത് ആരായിരിക്കും എന്ന ചിന്ത അവളുടെ മനസ്സിലുണ്ടായിരുന്നു. അവൾ ആ ആളിന്റെ കാറിൽ കയറാൻ പോകുന്ന സമയത്ത് ഒരു ആഡംബര കാറിൽ അവൻ മുന്നിൽ വന്ന് നിർത്തി. അവൾ അത്ഭുതപ്പെട്ടെങ്കിലും അവന്റെ കാറിൽ കയറി. അവൾ തന്റെ സ്ഥലം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നീ താമസിക്കുന്നിടം എനിക്കറിയാം. പിന്നെ അവൻ പറഞ്ഞു, ഇപ്പോൾ അവൾ താമസിക്കുന്ന സ്ഥലത്ത് സുരക്ഷ കുറവാണെന്നും അതിനാൽ നല്ല പരിസരമുള്ള ഒരു പുതിയ വീട് അവൾക്കായി വാങ്ങിയതാണെന്നും. അത് കേട്ട് അവൾക്ക് വളരെ സന്തോഷമായി. വീട്ടിലെത്തിയപ്പോൾ അവൾ കാറിന്റെ വാതിൽ തുറന്നത് മാത്രം അവൻ കുട പിടിച്ച് അവളുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു. അവൾ വളരെ കുറച്ച് വസ്ത്രം മാത്രമേ ധരിച്ചിട്ടുള്ളൂ എന്ന് കണ്ടപ്പോൾ അവൻ തന്റെ കോട്ട് ഊരി അവളുടെ മേലിട്ടു. അവൻ അവളുടെ കൈ പിടിച്ച നിമിഷം ഇരുവരുടെയും മനസ്സിൽ എന്തോ വ്യത്യസ്തമായൊരു അനുഭൂതി തോന്നി. അവൻ അവളെ കൈ പിടിച്ച് വീട്ടിലേക്ക് ഓട്ടി. അവൾ അവന്റെ ശരീരത്തിലെ മഞ്ഞു തുടയ്ക്കാൻ കൈ നീട്ടിയെങ്കിലും പെട്ടെന്ന് തന്നെ പിൻവലിച്ചു. കാരണം നിയമപരമായി അവർ ഭർത്താവും ഭാര്യയുമാണെങ്കിലും ഒരിക്കലും ഒരുമിച്ച് താമസിച്ചിട്ടില്ലായിരുന്നു. വിവാഹത്തിന് മുൻപ് തന്നെ പരസ്പരം വികാരങ്ങൾ വളരരുതെന്ന് പറഞ്ഞ് അവൻ അവളുമായി ഒരു കരാർ ഒപ്പിട്ടു. കുടുംബത്തിന്റെ നിർബന്ധം കൊണ്ടാണ് ഈ വിവാഹം നടത്തിയതെന്നും വിവാഹത്തിന് ശേഷം 3 മാസം കഴിഞ്ഞിട്ടും അവൾ അവനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെന്നും സത്യം. അതിനിടയിൽ അവളുടെ കണ്ണിനൊരു പ്രശ്നം വന്ന് ശസ്ത്രക്രിയ ആവശ്യമായി. ഡോക്ടർ ഭർത്താവ് വരുമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ ഒന്നും പറഞ്ഞില്ല. എനിക്ക് ആരെയും വേണ്ട എന്ന് മാത്രമാണ് പറഞ്ഞത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവൾക്ക് കുറച്ചു കാലത്തേക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. ഒരിക്കൽ ആശുപത്രിക്ക് പുറത്തേക്ക് ഒറ്റയ്ക്ക് കാറ്റുകൊള്ളാൻ പോയപ്പോൾ അവൻ പെട്ടെന്ന് പിന്നിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. കണ്ണുകൾ നിറഞ്ഞ വേദനയോടെ അവളെ എടുത്ത് വാർഡിലേക്ക് കൊണ്ടുപോയി. കോടീശ്വരനായ അവൻ ഉടൻ തന്നെ അവൾക്കായി മികച്ച വാർഡ് ഒരുക്കി. പിന്നെ ഡോക്ടറോട് അവളുടെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചു. ഡോക്ടർ ഇത് ചെറിയ ശസ്ത്രക്രിയ മാത്രമാണെങ്കിലും ഒറ്റയ്ക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കിടക്കയിലിരിക്കുന്ന അവളെ നോക്കി അവൻ ഉള്ളിൽ തകർന്നു നിന്നു. ആ സമയത്ത് അവൾക്കറിയില്ലായിരുന്നു അവൻ അവളെ അതിയായ സ്നേഹിക്കുന്നുണ്ടെന്നും 10 വർഷമായി അവളെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ടെന്നും വിവാഹത്തിന് ശേഷം അവൻ അകന്നത് വിദേശ ബിസിനസ് യാത്ര കാരണം മാത്രമായിരുന്നെന്നും. അവന്റെ ഈ സ്നേഹം അവൾ ഒരിക്കൽ അറിയുമോ? അതറിയാൻ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.